മലയാള സിനിമയിൽ റിയലിസം എന്ന വാക്കിന് പുതിയ അർത്ഥതലങ്ങൾ നൽകിയ പ്രൊഡക്ഷൻ ഹൗസാണ് ഭാവന സ്റ്റുഡിയോസ്. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നീ 3 പ്രതിഭകൾ ഒന്നിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ കഥകളാണ്. എന്നാൽ ഇവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഇവർ വെറും ഒരു ഫീൽ ഗുഡ് ഇടം മാത്രമല്ല, മനുഷ്യ മനസ്സിന്റെ വക്രതകളിലേക്കും പ്രകൃതിക്കും യുക്തിക്കും അതീതമായ ചില ഭയങ്ങളിലേക്കും ക്യാമറ തിരിക്കുന്ന ഒരു ഡാർക്ക് സൈഡും ഈ ചാനലിലുണ്ട്. ഭാവന സ്റ്റുഡിയോസ് പുറത്തിറക്കിയ ഏറ്റവും മികച്ച 5 ഹൊറർ ആൻഡ് സൈക്കോളജിക്കൽ ത്രില്ലർ ഹ്രസ്വ ചിത്രങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 5ാം സ്ഥാനത്ത് വരുന്നത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെയും ഇരട്ട വ്യക്തിത്വങ്ങളെയും ചർച്ച ചെയ്യുന്ന ദ സ്പ്ലിറ്റ് എന്ന ഹൈബ്രിഡ് സൈക്കോ ത്രില്ലറാണ്. മനുഷ്യ മനസ്സ് ഒരു വലിയ കാടാണ്. അതിലേക്ക് ഭ്രാന്തമായ ചിന്തകളുടെ ഇരുൾ വീഴുമ്പോൾ എന്തൊക്കെ സംഭവിക്കാമെന്ന് കൃത്യമായി വരച്ചു കാട്ടുകയാണ് ഈ ചിത്രം ചെയ്യുന്നത്. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഡ്രീം ഏത്, റിയാലിറ്റി ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രത്യേക സൈക്കോ അന്തരീക്ഷത്തിലാണ് സംവിധായകൻ പ്രേക്ഷകനെ ഇരുത്തുന്നത്. കഥയിലെ നായകൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. അവൻ കാണുന്ന കാഴ്ചകളും അവനോട് സംസാരിക്കുന്ന മനുഷ്യരും യഥാർത്ഥത്തിൽ അവിടെയുള്ളവരാണോ, അതോ അവന്റെ സ്വന്തം മനസ്സ് അവന് ചതിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത വെറും തോന്നലുകളാണോ? ഈ ഒരു ചോദ്യം ഓരോ ഫ്രെയിമിലും ആവർത്തിക്കപ്പെടുന്നു. ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമ്മൾ പറയുന്ന തീവ്രമായ സൈക്കോസിസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പോലുള്ള മെഡിക്കൽ അവസ്ഥകളെ അതിന്റെ എല്ലാ ഡാർക്ക് ലെയറോടും കൂടിയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യാമറയുടെ ആംഗിളും മുഖത്തിന്റെ പകുതി ഭാഗം മാത്രം ഇരുട്ടിലാക്കുന്ന ലൈറ്റിങ്ങും ഉപയോഗിച്ച് മനുഷ്യന്റെ 2 ഭാവങ്ങളെ വളരെ റിയലിസ്റ്റിക് ആയി സ്ക്രീനിൽ കാണിച്ചു തരാൻ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ നിമിഷവും നമ്മൾ പ്രവചിക്കുന്ന കാര്യങ്ങളെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ട് മനുഷ്യൻ ഭയപ്പെടേണ്ടത് പുറത്തുള്ള പ്രേതങ്ങളെയല്ല, മറിച്ച് സ്വന്തം മനസ്സിനെയാണെന്ന് ഈ ചിത്രം അടിവരയിടുന്നു. 4ാം സ്ഥാനത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡാർക്ക് റിവെഞ്ച് ത്രില്ലറാണ് എക്കോസ്, ദ ക്രൈം ഹി നെവർ ഹെയർഡ്. ഒരു സാധാരണ പ്രതികാര കഥ എന്നതിനപ്പുറം നായകൻ നേരിടുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് സിനിമയുടെ ഏറ്റവും വലിയ സസ്പെൻസ്. ഒരു സാധാരണ പ്രതികാര കഥയെ സൗണ്ട് ഡിസൈനിങ്ങിന്റെയും കഥാപാത്ര സൃഷ്ടിയുടെയും മികവ് കൊണ്ട് എങ്ങനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് എക്കോസ്. പൂർണ്ണമായും കേൾവിശക്തി ഇല്ലാത്ത ഒരു മുൻ സൈനികനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. രാജ്യത്തിന് വേണ്ടി പോരാടി ഒടുവിൽ നിശബ്ദതയുടെ ലോകത്തേക്ക് ഒതുങ്ങിപ്പോയ ഒരാൾ. അയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ സമാധാനപരമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി ആ ദുരന്തം സംഭവിക്കുന്നത്. അയാൾ പോലും അറിയാതെ അയാളുടെ കേൾവിക്കുറവിനെ അല്ലെങ്കിൽ ആ നിശബ്ദമായ ലോകത്തിന്റെ മറവിനെ മുതലെടുത്തുകൊണ്ട് ചില മനുഷ്യരൂപങ്ങൾ അയാൾക്കെതിരെ ഒരു വലിയ ക്രൂരത ചെയ്യുന്നു. തുടർന്ന് ആ അടച്ചിട്ട വണ്ടിക്കുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ ശ്വാസമടപ്പിക്കാൻ പോകുന്ന നിമിഷങ്ങൾ. കേൾവിശക്തി ഇല്ലെങ്കിലും ഒരു സൈനികന്റെ ബുദ്ധിയും വേഗതയും കരുത്തും ഒട്ടും ചോർന്നു പോയിട്ടില്ലാത്ത നായകന്റെ ആ റോ ആയ പ്രതികരണമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ അതിജീവനത്തിന്റെ ആഴം കാണിച്ചു തരുന്ന ഒരു മികച്ച സിനിമാറ്റിക് അനുഭവം തന്നെയാണിത്. 3ാം സ്ഥാനത്തെത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു മികച്ച സൈക്കോളജിക്കൽ സസ്പെൻസ് ത്രില്ലർ അനുഭവമാണ് ബ്ലൂബെറി ഇൻ. ഒരു അടച്ചിട്ട മുറിയും അതിനുള്ളിലെ 5 മിനിറ്റും പ്രേക്ഷകനെ എത്രത്തോളം ശ്വാസമടക്കി പിടിച്ചിരുത്തും എന്ന് കാണിച്ചു തരുന്ന ചിത്രമാണ് ബ്ലൂബെറി ഇൻ. കനത്ത കാറ്റും കോരിച്ചൊരിയുന്ന മഴയുമുള്ള ഒരു രാത്രിയിലാണ് കഥ നടക്കുന്നത്. തികച്ചും പ്രതികൂലമായ ആ സാഹചര്യത്തിൽ പരസ്പരം ഒട്ടും പരിചയമില്ലാത്ത കുറച്ചു മനുഷ്യർ ഒരു പ്രത്യേക അവസ്ഥയിൽ ബ്ലൂബെറി ഇൻ എന്ന ഹോട്ടലിൽ അഭയം തേടുന്നു. പുറം ലോകവുമായി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട ആ രാത്രിയിൽ ആ അടച്ചിട്ട ഹോട്ടൽ മുറിക്കുള്ളിൽ വെച്ച് അവർക്കിടയിലേക്ക് ഒരു വലിയ ഭീഷണി കടന്നു വരുന്നു. തുടർന്ന് അവിടെ ഉണ്ടാകുന്ന പാനിക് സിറ്റുവേഷനും പരസ്പരമുള്ള അവിശ്വാസവുമാണ് സിനിമയുടെ ജീവൻ. ഒപ്പം ഇരിക്കുന്നവരിൽ ആരാണ് തങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന സംശയം ഓരോരുത്തരും ഉടലെടുക്കുന്നു. തികച്ചും ഒരു ഹ്യൂഡനിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലാണ് സിനിമയുടെ കഥ പറച്ചിൽ. പുറത്തുനിന്നുള്ള അജ്ഞാത ഭീഷണിയേക്കാൾ ഭീകരമാണ് ഉള്ളിലിരിക്കുന്ന മനുഷ്യരുടെ മനസ്സ് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കഥാപാത്രങ്ങളുടെ കണ്ണിലെ ഭയവും ഒതുക്കമുള്ള ക്യാമറ ആംഗിളുകളും പശ്ചാത്തലത്തിലെ ആ കനത്ത മഴയുടെ ശബ്ദവും ചേർന്ന് പ്രേക്ഷകനിൽ ഒരു വലിയ ക്ലോസ്ട്രോഫോബിക് അനുഭവം സൃഷ്ടിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒടുവിലത്തെ ആ വമ്പൻ ട്വിസ്റ്റ് നിങ്ങളെ തീർച്ചയായും ഞെട്ടിക്കും. 2ാം സ്ഥാനം ടോണി ഡേവിസ് സംവിധാനം ചെയ്ത ഭൂതായനം എന്ന അതീന്ദ്രിയ ഹൊറർ ചിത്രമാണ്. ഏകാന്തതയും നഷ്ടബോധവും മനുഷ്യനെ എത്രത്തോളം അപകടകരമായ ചിന്തകളിലേക്ക് നയിക്കാമെന്ന് ഈ ചിത്രം വരച്ചു കാട്ടുന്നു.
നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പഴയ തറവാടുകളെയും അവിടുത്തെ നിഗൂഢമായ ആചാരങ്ങളെയും പശ്ചാത്തലമാക്കി ഒരുക്കിയ പക്ക സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രമാണ് ഭൂതായനം. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി കാടും പടർപ്പും നിറഞ്ഞ ഒരിടത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പുരാതന തറവാട്ടിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ ജീവിക്കുന്ന പ്രായമായ ഒരു മുത്തശ്ശിയും അവരുടെ ജീവനായ കൊച്ചുമകളുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തനിക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ട ആ കൊച്ചുമകളെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ അവളെ ഏത് വിധേനയും സംരക്ഷിക്കണം എന്ന് കരുതുമ്പോൾ ആ മുത്തശ്ശി തികച്ചും അപകടകരമായ ചില വഴികൾ തിരഞ്ഞെടുക്കുകയാണ്. യുക്തിക്കും ശാസ്ത്രത്തിനും അപ്പുറമുള്ള ചില സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ മന്ത്രവാദം പോലുള്ള ഇരുണ്ട കർമ്മങ്ങളെയും അവർ ആ തറവാട്ടിനുള്ളിലേക്ക് ആവാഹിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് ആ വലിയ വീടിന്റെ ഓരോ കോണിലും ഭയത്തിന്റെ നിഴലുകൾ വീഴുകയാണ്. KPC ലീല എന്ന മികച്ച നടിയുടെ അതിതീവ്രമായ ഭാവങ്ങളും മറുഭാഗത്ത് ബാലതാരം വൃതി വിശാലിന്റെ നിഷ്കളങ്കമായ മുഖവും തമ്മിലുള്ള ആ കോമ്പിനേഷൻ തന്നെയാണ് സ്ക്രീനിൽ വലിയൊരു അസ്വസ്ഥതയും ഭീതിയും ജനിപ്പിക്കുന്നത്. സ്നേഹവും ഭയവും ഒരേ സമയം വന്യമായി ആവിഷ്കരിച്ച ഈ ചിത്രം സാധാരണ ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ ദീർഘനേരം അസ്വസ്ഥമാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഭയം കൂടി സമ്മാനിക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഭാവന സ്റ്റുഡിയോസിന്റെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന സിനിമാറ്റിക് അനുഭവം സമ്മാനിച്ച ചിത്രം തൊൽസായം. ജൂഡ് ആന്റണി ജോസഫ്, ജോർജ് കോര എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു പക്ക ഫോക്ലോർ ഹൊറർ വർക്ക്. കേരളത്തിന്റെ തനത് ഗ്രാമീണ ഭംഗിയെയും അതേസമയം നാട്ടിൻപുറങ്ങളിലെ ഇരുട്ടിന്റെ ഭീകരതയും ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്ന ഒരു മികച്ച ഫോക്ലർ ഹൊറർ ചിത്രമാണ് തൊൽസായം. പകലിന്റെ വെളിച്ചം അവസാനിക്കുകയും രാത്രിയുടെ ഇരുട്ട് പകരുകയും ചെയ്യുന്ന ആ നിഗൂഢമായ സന്ധ്യാനേരത്താണ്, അതായത് ആകാശത്ത് അന്തിച്ചോപ്പ് വീഴുന്ന സമയത്താണ് സിനിമയിലെ പ്രധാന സംഭവങ്ങൾ വികസിക്കുന്നത്. തലമുറകളായി കൈമാറി വന്ന ചില പ്രാദേശിക മിത്തുകളും അന്ധവിശ്വാസങ്ങളും ഒരു കുടുംബത്തെ വിട്ടുമാറാതെ വേട്ടയാടുന്ന പൂർവികരുടെ ശാപവുമാണ് ഇതിലെ പ്രധാന പ്രമേയം. ജൂഡ് ആന്റണി ജോസഫ്, ജോർജ് കോര എന്നിവരുടെ മികച്ച പ്രകടനം ഈ ചിത്രത്തിന്റെ തീവ്രത ഇരട്ടിയാക്കുന്നു. സാധാരണ ഹൊറർ സിനിമകളിൽ കാണുന്നത് പോലെ വെളുത്ത തുണിയിട്ട പ്രേതങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് പേടിപ്പിക്കുന്ന ശബ്ദങ്ങളോ ഇതിലില്ല. പകരം പ്രകൃതിയുടെ മാറ്റങ്ങളും നമ്മൾ പാവനമെന്ന് കരുതുന്ന ചില പരമ്പരാഗത ആചാരങ്ങളും കർമ്മങ്ങളും എങ്ങനെ മനുഷ്യരിൽ ഭയം ജനിപ്പിക്കാം എന്നത് ഇതിന്റെ വിഷ്വലുകൾ കാണിച്ചു തരുന്നു. നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന പഴയ ഭയപ്പെടുത്തുന്ന കഥകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ കഥ പറച്ചിൽ. കേവലം ഒരു ഹൊറർ ഷോർട്ട് ഫിലിം എന്നതിനപ്പുറം കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് ഒരു തണുത്ത ഭയം പടർത്താൻ ഇതിന്റെ മേക്കിംഗ് ശൈലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ചാനലിൽ വന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമാറ്റിക് ക്രാഫ്റ്റുകളിൽ ഒന്നാണിത്. ലളിതമായ കഥകൾ മാത്രമല്ല, കൃത്യമായ പ്ലാനിങ്ങും മികച്ച മേക്കിങ്ങും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ പോലും അന്താരാഷ്ട്ര നിലവാരമുള്ള ത്രില്ലറുകൾ സമ്മാനിക്കാൻ കഴിയും എന്ന് ഭാവന സ്റ്റുഡിയോസ് തെളിയിക്കുന്നു. ഈ 5 ചിത്രങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുത്തിയ, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ.